കാർഷിക വാർത്തകൾ. ആഗോള വിപണിയിൽ കാപ്പി മുന്നേറുന്നു. ഏലം വിപണി ഉത്സാഹത്തിൽ. വെളിച്ചെണ്ണ വില മുന്നോട്ട്. കുരുമുളക് സംഭരണം ശക്തമാക്കി പ്രധാന ഉൽപാദന രാജ്യമായ വിയറ്റ്നാം. ഇന്ത്യൻ കാപ്പി രാജ്യാന്തര തലത്തിൽ മികച്ച പ്രകടനം തുടരുന്നു. കഴിഞ്ഞ മാസം കാപ്പി കയറ്റുമതി വരുമാനത്തിൽ 48% വർധന. $202.95 മില്യൺ വിലമതിക്കുന്ന കാപ്പിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും കയറ്റിപ്പോയത്. ഏപ്രിലിൽ മൊത്തം 35,259 ടൺ കാപ്പി കയറ്റുമതി നടത്തിയതായി കോഫി ബോർഡ്. ജനുവരി മെയ് മധ്യം വരെയുള്ള കാലയളവിൽ 1.54 ലക്ഷം ടൺ ചരക്കിന്റെ ഷിപ്മെന്റ് നടന്നു. വയനാടൻ വിപണിയിൽ കാപ്പി പരിപ്പ് ക്വിന്റലിന് 43,000 രൂപയിലാണ്. ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും സജീവമായിരുന്നു. ഉത്സവവേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഇടപാടുകാർ ചരക്ക് സംഭരണത്തിൽ ഉത്സാഹിച്ചു. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ 47,562 കിലോ ചരക്ക് വന്നതിൽ 46,733 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,151 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2,713 രൂപയിലുമാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 3 ദിവസം കൊണ്ട് ക്വിന്റലിന് 800 രൂപ കയറിയപ്പോൾ കാങ്കയത്ത് എണ്ണവില 2 ദിവസം കൊണ്ട് 1,325 രൂപ ഉയർന്നു. ഇതു സംസ്ഥാനങ്ങളിലും കൊപ്ര വിലയിലും ശക്തമായ മുന്നേറ്റം. കൊപ്ര ലഭ്യത ചുരുങ്ങിയത് മില്ലുകാരെ വില ഉയർത്താൻ പ്രേരിപ്പിച്ചു. കൊപ്ര വില 12,800 രൂപ. വിയറ്റ്നാമിന്റെ കുരുമുളക് കയറ്റുമതി ഉയർന്നു. ജനുവരി മെയ് 15 വരെയുള്ള കാലയളവിൽ അവർ ഏകദേശം 85,000 ടൺ ചരക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റിവിട്ടു. ആദ്യ 4 മാസങ്ങളിൽ മൊത്തം 74,250 ടൺ ചരക്കിന്റെ ഷിപ്മെന്റ്. അതേസമയം ആഭ്യന്തരോൽപാദനത്തിലെ ഇടിവ് മൂലം അവർ ബ്രസീൽ, ഇന്തോനേഷ്യൻ ചരക്ക് ഇറക്കുമതിയും നടത്തി. കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്ന് വിയറ്റ്നാമിൽ ലഭ്യത കുറഞ്ഞതാണ് വിദേശ ചരക്ക് ശേഖരിക്കാൻ നിർബന്ധിതരാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താറാവിൻ കുഞ്ഞുങ്ങൾക്കുള്ള പ്രതിരോധ വാക്സിൻ ഉൽപാദനം തുടങ്ങി. ജൂൺ ജൂലൈ മാസത്തോടെ മൃഗാശുപത്രികളിൽ വാക്സിൻ എത്തിക്കും. പക്ഷിപ്പനി നിരോധനം പിൻവലിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഡക്ക് പ്ലേഗ്, പാസ്റ്ററല്ല തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിരോധ വാക്സിന്റെ ഉൽപാദനമാണ് തുടങ്ങിയത്. ഡക്ക് പ്ലേഗിന് 20 ലക്ഷം ഡോസും പാസ്റ്ററല്ലയ്ക്ക് 12 ലക്ഷം ഡോസുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാലോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിലാണ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വാക്സിൻ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ്. ജൂൺ ജൂലൈ മാസത്തോടെ മൃഗാശുപത്രികൾ വാക്സിൻ എത്തിക്കാനാകുമെന്ന് പാലോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അറിയിച്ചു. 5 ഘട്ടങ്ങളിലായി താറാവിൽ കുഞ്ഞുങ്ങളിൽ പരീക്ഷിച്ച് ഫലം ഉറപ്പാക്കിയ ശേഷമേ വിതരണത്തിനെത്തിക്കൂ. പക്ഷിപ്പനി വ്യാപനത്തെ തുടർന്ന് 2024 മെയ്യിലാണ് ആലപ്പുഴ ജില്ലയിലും കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി, തിരുവല്ല താലൂക്കുകളിലും താറാവ് വളർത്തൽ നിരോധിച്ചത്. ഡിസംബർ 31 വരെയായിരുന്നു നിരോധനം. ഇതോടെയാണ് വാക്സിൻ ഉൽപാദനവും നിർത്തിയത്. വാക്സിൻ നിശ്ചിത ദിവസം മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ എന്നതിനാൽ സമയപരിധി കഴിഞ്ഞാൽ വാക്സിൻ ഉപയോഗിക്കാനാവില്ല. ഇത് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ യൂണിയൻ വനനശീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ജൂലൈ മുതൽ നടപ്പിലാക്കണമെന്ന് യൂറോപ്പിലെ കാപ്പി ഇറക്കുമതിക്കാർ. നടപടി ഇന്ത്യൻ കാപ്പി കയറ്റുമതിക്ക് വെല്ലുവിളിയാകും. വനനശീകരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി തടയുക എന്നതാണ് നിയമം ലക്ഷ്യമിടുന്നത്. വരുന്ന ഡിസംബർ 30ഓടെയാണ് യൂറോപ്യൻ യൂണിയൻ വനനശീകരണ നിയന്ത്രണങ്ങൾ നടപ്പിൽ വരാനിരിക്കുന്നത്. ഇതിന് 6 മാസം മുൻപെങ്കിലും നിയമം അനുശാസിക്കുന്ന തരത്തിൽ കാപ്പി ഇറക്കുമതി ചെയ്യണമെന്നാണ് യൂറോപ്യൻ ഇറക്കുമതിക്കാരുടെ ആവശ്യം. ഇന്ത്യൻ കർഷകരിൽ ഒരു പ്രധാന വിഭാഗവും കയറ്റുമതിക്കാരും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. റോബസ്റ്റ ഇനത്തിലാണ് ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധകമാവുക. ചെറുകിട കർഷകരാണ് റോബസ്റ്റ കൃഷി കൂടുതൽ ചെയ്യുന്നത്. കാപ്പിക്ക് പുറമെ ഇന്ത്യൻ കൊക്കോയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കർഷകരെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സഹായിക്കുന്നതിനായി കോഫി ബോർഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പ് ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ മിഷന് കൂടുതൽ ഉത്തേജനം പകരാൻ 145 കോടിയുടെ അധിക സഹായം. കെ-സ്പീഡ് എന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആത്മയാണ്. റബ്ബർ കൃഷിയിൽ വൻകുതിപ്പാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കാഴ്ചവെക്കുന്നത്. 4 വർഷം കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ റബ്ബർ കൃഷിക്കാരുടെ എണ്ണം 1.36 ലക്ഷമായി. ഈ സാഹചര്യത്തിലാണിത്. ഇൻഡോഡ് സ്കില്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻഹാൻസ്മെന്റ് ഡ്രൈവ് എന്ന സ്പീഡ് പദ്ധതി ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആത്മയാണ് നടപ്പാക്കുന്നത്. ആത്മയുടെ 1,100 കോടിയുടെ ഉത്തേജന പദ്ധതിയായ ഇൻഡോഡ്സിന് പുറമെയാണിത്. എല്ലാ കർഷകരെയും RSS 4 ഗ്രേഡ് ഷീറ്റ് ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ഇൻഡോഡ് പദ്ധതി ലക്ഷ്യമിട്ടത് 2025-26 ആകുമ്പോൾ 2 ലക്ഷം പുതിയ കൃഷിക്കാരെയാണ്. എന്നാൽ കോവിഡ് മൂലം ലക്ഷ്യം നേടാൻ കാലതാമസം നേരിട്ടു. അതിനാൽ സഹായ പരിപാടി 1 വർഷം കൂടി നീട്ടുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവ് തടയണമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ കമ്പനികൾ ഒഴിവാക്കണമെന്നും ഫുഡ് സേഫ്റ്റി അതോറിറ്റി വ്യക്തമാക്കി.
രാജ്യത്തെ ഭക്ഷ്യകമ്പനികൾ ഉൽപ്പന്നങ്ങളിൽ ശരിയായ പോഷകങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ കമലാവർദ്ധ രാജു ചൂണ്ടിക്കാട്ടുന്നത്. ഉപഭോക്തൃ രീതികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങളിലേക്ക് മാറുന്ന പ്രവണത ശക്തിപ്പെടുകയാണ്. പാക്കേജിംഗിലും ലേബലുകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണമെന്നും റാവു വ്യക്തമാക്കി. മില്ലറ്റ്, മഖാന, മറ്റ് നാടൻ സൂപ്പർഫുഡ് എന്നിവ പുനഃക്രമീകരിക്കുന്നതിനുള്ള ധാരാളം സാധ്യതകളുണ്ടെന്നും അതോറിറ്റി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ഗോതമ്പ് സംഭരണം 290 ലക്ഷം ടൺ കടന്നു. 325 ലക്ഷം ടണ്ണിലെത്തുമെന്ന് പ്രതീക്ഷയുള്ളതായി കേന്ദ്ര ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ വർഷം ഇതുവരെ 290 ലക്ഷം ടണ്ണിലധികം ഗോതമ്പ് സംഭരിച്ചതായും ഇത് 320 മുതൽ 325 ലക്ഷം ടണ്ണിലെത്തുമെന്നും കേന്ദ്ര ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കഴിഞ്ഞ മാർക്കറ്റിംഗ് വർഷത്തിൽ ആകെ ഗോതമ്പ് വാങ്ങൽ 265.9 ലക്ഷം ടണ്ണായിരുന്നു. ഏപ്രിൽ ജൂൺ കാലയളവിലാണ് സംഭരണത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത്. 2025-26 മാർക്കറ്റിംഗ് വർഷത്തേക്ക് 312 ലക്ഷം ടൺ ഗോതമ്പ് സംഭരണമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. 2024-25 ജൂലൈ മുതൽ ജൂൺ വരെയുള്ള വിളവർഷത്തിൽ ഇന്ത്യ 115.3 ദശലക്ഷം ടൺ ഗോതമ്പ് വിളവെടുപ്പ് നേടിയിരുന്നു. സംഭരണ സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്ഥിതി വിലയിരുത്തിയ ശേഷം മറ്റു മന്ത്രാലയങ്ങളുമായി കൂടിയാലോചിച്ചാകും ഗോതമ്പ് കയറ്റുമതിയിൽ തീരുമാനമാക്കുകയെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംസ്ഥാന ഏജൻസികളും കേന്ദ്ര പൂളിനായി ഏറ്റവും കുറഞ്ഞ താങ്ങുവിലയ്ക്ക് ഗോതമ്പ് സംഭരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 196, RSS 5 193, ലാറ്റക്സ് 144, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 255, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 360, കുരുമുളക് ഗാർബിൾ 70,600, കുരുമുളക് അൺഗാർബിൾ 68,600, ഏലക്ക 2200 മുതൽ 2350 വരെ, വെളിച്ചെണ്ണ 27,900, കൊപ്ര 19,400, ചുക്ക് 22,500.